വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗോയിറ്റർ. നെക്കിൽ വരുന്ന ഒരു മുഴ, അതാണ് ഗോയിറ്റർ. ഈ ഫിഗറിൽ കാണുന്ന കണ്ടീഷനാണ് ഗോയിറ്റർ കുട്ടികളിൽ വരുന്നത്. ഡെഫിനിഷൻ നോക്കാം. നോൺ ഇൻഫ്ലമേറ്ററി നോൺ നിയോപ്ലാസ്റ്റിക് എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, ഇൻഫ്ലമേഷൻ ഇല്ലാത്ത തരത്തിലുള്ള, നോൺ നിയോപ്ലാസ്റ്റിക് ആയിട്ടുള്ള, അതായത് നിയോപ്ലാസംസ് ക്യാൻസറസ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. നോൺ ഇൻഫ്ലമേറ്ററി നോൺ നിയോപ്ലാസ്റ്റിക് എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. നെക്സ്റ്റ് ടൈപ്സ് നോക്കാം. ടൈപ്സ് അക്കോർഡിംഗ് ടു മോർഫോളജി ആൻഡ് അക്കോർഡിംഗ് ടു തൈറോയ്ഡ് ഫങ്ഷൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അക്കോർഡിംഗ് ടു മോർഫോളജി. മോർഫോളജി സ്ട്രക്ചറലി രണ്ടായിട്ട്, ദാറ്റ് ഈസ് യൂണിനോഡുലാർ ഓ മൾട്ടിനോഡുലാർ എന്നും ഡിഫ്യൂസ് ഗോയിറ്റർ എന്നും തിരിച്ചിട്ടുണ്ട്. യൂണിനോഡുലാർ ഓർ മൾട്ടിനോഡുലാർ, അതായത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഏതെങ്കിലും ഒരു നോഡോ അല്ലെങ്കിൽ കുറച്ച് നോഡുകൾ മാത്രമായിട്ടോ എൻലാർജ് ചെയ്തിരിക്കുന്നു. ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ തന്നെ എൻലാർജ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് നോർമൽ തൈറോയിഡ് ആണ്, നോർമൽ സ്ട്രക്ചർ. ഇത് നോക്കൂ, ഇത് സിംഗിൾ നോഡ്യൂൾ ഗോയിറ്റർ, ഒരു നോഡ്യൂൾ മാത്രം ഇൻഫ്ലെയിംഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഗോയിറ്റർ. നോക്കൂ, മൾട്ടി നോഡുലാർ ഗോയിറ്റർ. മൾട്ടി, അതായത് ഒത്തിരി നോഡ്സ് വലുതായിട്ട് എൻലാർജ് ആയിട്ട് നിൽക്കുന്നു, ഇതാണ് മൾട്ടി നോഡുലാർ ഗോയിറ്റർ. ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ തന്നെയും വലുതായിട്ട് ഡിഫ്യൂസ് ആയിട്ട് എൻലാർജ്മെൻറ്റ്. സോ അക്കോർഡിംഗ് ടു മോർഫോളജി യൂണിനോഡുലാർ ഓ മൾട്ടിനോഡുലാർ ആൻഡ് ഡിഫ്യൂസ് ഗോയിറ്റർ. ഇനി തൈറോയ്ഡ് ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ടോക്സിക് ഗോയിറ്റർ ആൻഡ് നോൺ ടോക്സിക് ഗോയിറ്റർ. ഇതിൽ ടോക്സിക് ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഹൈപ്പർ തൈറോയിഡിസം, അതാണ് ടോക്സിക് ഗോയിറ്റർ. നോൺ ടോക്സിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അണ്ടർ പ്രൊഡക്ഷൻ, ഹൈപ്പോ തൈറോയിഡിസം. സോ തൈറോയിഡിൻ്റെ ഫങ്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടോക്സിക് ഗോയിറ്റർ എന്നും നോൺ ടോക്സിക് ഗോയിറ്റർ എന്നും അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം അക്കോർഡിംഗ് ടു തൈറോയ്ഡ് ഫങ്ഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഇറ്റിയോളജിയാണ്, ഗോയിറ്റർ വരാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇറ്റിയോളജി ആയിട്ട് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി തന്നെയാണ്. അയഡിൻ്റെ കുറവ് ഗോയിറ്റർ എന്ന ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി എന്തെങ്കിലും ബയോസിന്തറ്റിക് ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ സിന്തസിസിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതും ഗോയിറ്റർ എന്ന അവസ്ഥയിലേക്ക് പോകാം. ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസസ് ലൈക്ക് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള രോഗങ്ങളിൽ കൂടെയും ഈ ഒരു ഗോയിറ്റർ എന്ന കണ്ടീഷൻ വരാം. ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഐറ്റിസ്, ഇൻഫ്ലമേഷനാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന് വരുന്നത്. അത് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അണ്ടർ പ്രൊഡക്ഷന് കാരണമാകുന്നു, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നു. മാത്രമല്ല തൈറോയ്ഡ് ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ അണ്ടർ ആക്റ്റീവായിട്ട് മാറുന്നു, അതാണ് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്. ഇൻഫിൽട്രേറ്റീവ് ഡിസീസസ് ഉണ്ടാകുന്നു, അതായത് നോർമൽ ടിഷ്യൂസിൻ്റെ സ്ഥലത്ത് അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് ടിഷ്യൂസ് വളരുന്നു, അതിനെയാണ് ഇൻഫിൽട്രേറ്റീവ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് സാർക്കോയിഡോസിസ് ആണ്. സാർക്കോയിഡോസിസിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സെൽസ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ പല ഭാഗത്തും വളരുന്നു, അപ്പോൾ അതാണ് ഇൻഫിൽട്രേറ്റീവ് ഡിസീസസ്, സാർക്കോയിഡോസിസ്. നെക്സ്റ്റ് കണ്ടീഷനാണ് റേഡിയേഷൻ എക്സ്പോഷർ. എന്തെങ്കിലും റേഡിയേഷൻസ് എക്സ്പോസ് ആവുകയാണെങ്കിൽ അത് ഈ ഒരു ഗോയിറ്റർ എന്ന കണ്ടീഷനിലേക്ക് പോകാം. തൈറോയ്ഡ് മാസസ്, തൈറോയിഡിൽ എന്തെങ്കിലും മാസസ് ഉണ്ടാവുകയാണെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ളത്, ബെനൈൻ ആവാം മാലിഗ്നൻ്റ് ആവാം, അങ്ങനെയുള്ള മാസസ്, അഡിനോമ പോലെയുള്ളത് ഈ ഒരു ഗോയിറ്റർ എന്ന കണ്ടീഷനിലേക്ക് പോകാം. ഇത്രയാണ് ഇറ്റിയോളജി ആയിട്ട് പറയുന്നത്. മോസ്റ്റ് കോമൺ അയഡിൻ ഡെഫിഷ്യൻസിയാണ്, പിന്നെ ബയോസിന്തറ്റിക് ഡിഫക്ട്സ് വരുന്നുണ്ട്, സിന്തസിസിലുള്ള പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്, ഇൻഫിൽട്രേറ്റീവ് ആയിട്ടുള്ള ഡിസീസസ്, സാർക്കോയിഡോസിസ് പോലെയുള്ളത്, റേഡിയേഷൻ എക്സ്പോഷർ, തൈറോയ്ഡ് മാസസ്, അഡിനോമ എക്സെട്ര. ഇനി നമ്മൾ നോക്കുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്, ഗോയിറ്ററുള്ള കുട്ടിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, പുറമേക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്വെല്ലൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, നെക്കിൻ്റെ ഫ്രണ്ടിൽ സ്വെല്ലൻ ആയിട്ടിരിക്കുന്നു. പ്രൊട്രൂഡിങ് ഐസ്, ഐസ് പ്രൊട്രൂഡഡ് ആയിട്ടിരിക്കുന്നു. ഈ ഫിഗറിൽ നമ്മൾ കാണുന്നതാണ് ഗോയിറ്റർ അഫക്റ്റ് ചെയ്ത കുട്ടി.
നെക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്വെല്ലൻ ആയിട്ടിരിക്കുന്നു, സ്വെല്ലൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്. ഐസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, പ്രൊട്രൂഡിങ് ആയിട്ടുള്ള ഐസ്. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്വെല്ലൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, പ്രൊട്രൂഡിങ് ഐസ്, ടൈറ്റ് ഫീലിംഗ് ഇൻ ദ ത്രോട്ട്, ത്രോട്ടിലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നു, കഫിങ് ചുമയുണ്ടാകുന്നു, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ആൻഡ് ബ്രീത്തിങ്, സ്വാലോയിങ് ഇറക്കാനുള്ള ഫുഡ് ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, ബ്രീത്ത് ചെയ്യാനുള്ള ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടെ എന്തൊക്കെയോ തടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു, കാരണം അത്രയും ഗ്രോത്തായി. അപ്പം ഇത് ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു, അപ്പം നമ്മൾ ഫുഡ് ഇറക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇത്രയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. സ്വെല്ലൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, പ്രൊട്രൂഡിങ് ഐസ്, ടൈറ്റ് ഫീലിംഗ് ഇൻ ദ ത്രോട്ട്, കഫിംഗ്, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ആൻഡ് ബ്രീത്തിങ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയഗ്നോസിസ് ആണ്. ഗോയിറ്ററിനെ എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം? ഫസ്റ്റ് ഹിസ്റ്ററി ചോദിക്കാം, എന്തെങ്കിലും അയഡിൻ്റെ കുറവുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങളും, വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കുക. ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കലി എക്സാമിൻ ചെയ്യുക, തൈറോയ്ഡ് ഗ്ലാൻഡ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക, ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മൾ ഡയഗ്നോസിലേക്ക് എത്തിച്ചേരുന്നു. ദെൻ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ടുള്ള TSH, T3, T4 ഇങ്ങനെയുള്ള എക്സെട്ര ഇങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുക. തൈറോയ്ഡ് പെറോക്സിഡേസ്, TPO ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അൾട്രാസൗണ്ടിനകത്ത് അറിയാൻ പറ്റും തൈറോയിഡിൻ്റെ സൈസ് എക്സെട്ര. CT അല്ലെങ്കിൽ MRI എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. ഇത് ബയോപ്സിക്ക് വിടുക, ഫൈൻ നീഡിൽ ആസ്പിറേഷനിലൂടെ ബയോപ്സി എടുത്തിട്ട് അതിനകത്ത് എക്സാമിൻ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഡയഗ്നോസിസ്. ഫസ്റ്റ് ഹിസ്റ്ററി ടേക്കിംഗ്, ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ എക്സെട്ര, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, TSH, T3 and T4, thyroid peroxidase, TPO antibodies, ultrasound, CT or MRI. ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ആണ്. സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുക. സർജറി, ഇനി തൈറോയിഡിൻ്റെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തൈറോയിഡ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യുക. അയഡിൻ റീപ്ലേസ്മെൻറ്റ്, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അയഡിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് ഗോയിറ്ററിൽ നമ്മൾ നോക്കുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് ഫോർ സിംറ്റമാറ്റിക് റിലീഫ്, സർജറി ആൻഡ് അയഡിൻ റീപ്ലേസ്മെൻറ്റ്.